അസ്സലാമലൈക്കും. ദിയൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നോമ്പുതുറ വിശേഷങ്ങളാണ് കേട്ടോ. ഞങ്ങളുടെ തറവാട്ടിലെ നോമ്പുതുറയായിരുന്നു. മാഷാ അല്ലാ, അടിപൊളിയായിട്ട് തന്നെ ആ നോമ്പുതുറ പരിപാടികളൊക്കെ കഴിഞ്ഞു. മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടൊരു വലിയ ഫാമിലിയാണ് കേട്ടോ ഞങ്ങളുടേത്. ഇതിൽ ഇനി ഒരുപാട് പേര് വരാത്തവരുണ്ട് കേട്ടോ. അവർക്ക് വരാൻ പറ്റാത്ത ഓരോ സാഹചര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ, ഉള്ള ആളുകളെ വെച്ചിട്ട് എന്തായാലും നോമ്പുതുറ അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനൊരു നോമ്പുതുറ വെച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ നോമ്പുതുറയുടെ സമയത്തൊക്കെ ഒന്നെങ്കിൽ ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങും, അതല്ലെങ്കിൽ കുറച്ച് ആളുകളൊക്കെ നന്നായിട്ട് പണിയെടുക്കും, ബാക്കിയുള്ളവരൊക്കെ കുറേ കഴിഞ്ഞിട്ട് വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു നോമ്പുതുറ ആയിരുന്നു കേട്ടോ ഇത്. കുട്ടികളായാലും വലിയവരായാലും അതേട്ടോ, എല്ലാവരും തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാമിമാരും മേമ്മമാരും മാമൻ്റെ മക്കളൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. മോൾക്ക് വയ്യായിരുന്നു, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ എല്ലാവരും ഓരോരോ ജോലി തിരക്കിലും കാര്യങ്ങളാണ്. പൊരിക്കടി ഉണ്ടാക്കുന്നു, ഫ്രൂട്ടൊക്കെ എടുത്തു വെക്കുന്നു, അങ്ങനെ ഓരോ തിരക്കും കാര്യങ്ങളിലാണ്. തറവാട് വട്ടംകുളത്താണ് കേട്ടോ. വട്ടംകുളം മെരുവപ്പുറക്കുന്ന് എന്ന് പറയും, അവിടെയാണ് ഉമ്മാൻ്റെ വീട്. അങ്ങനെ ഇതാ എല്ലാവരും കൂടിയപ്പോൾ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർന്നു തുടങ്ങിയിരുന്നു കേട്ടോ. മാമനായിരുന്നു ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലുള്ള 2 യൂട്യൂബേഴ്സ് എൻ്റെ കസിൻസാണ് കേട്ടോ. ഇറ്റ്സ് മീ റംന എന്നുള്ളതും ഇറ്റ്സ് മീ റംഷി എന്നുള്ള രണ്ടാളും ഏടത്തിയും അനിയത്തിയാണ്. അവരെൻ്റെ കസിൻസാണ്. അങ്ങനെ ഇതാ കുറച്ച് പേര് ഇവിടെ മൊഹബത്ത് സർബത്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊരിക്കടികൾ 4 തരമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. സമൂസ ഉണ്ടായിരുന്നു, മുളക് ബജി ഉണ്ടായിരുന്നു, കായ ബജി ഉണ്ടായിരുന്നു, ഉരുളൻകിഴങ്ങ് ബജി ഉണ്ടായിരുന്നു. 4 തരം പൊരിക്കടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ പൊരിക്കടികളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇനി വെള്ളം കലക്കണ തിരക്കാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അനിയനും അനിയത്തിയും മാമൻ്റെ മരുമകളും മാമൻ്റെ മക്കളെല്ലാവരും കൂടിയിട്ടായിരുന്നു വെള്ളം കലക്കിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ആയപ്പോൾ നല്ലൊരു പ്രത്യേക വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. എങ്ങനെയാണ് പെട്ടെന്ന് ജോലി തീർന്നതെന്നുള്ളത് അറിയേ ചെയ്തില്ല. അത്രയും പെട്ടെന്ന് തന്നെ തീർന്നു. നല്ല രസമായിരുന്നു കേട്ടോ എന്തായാലും എല്ലാവരും കൂടി ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇതാ എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളത് ഇതാ മാമൻ്റെ മോളും മേമൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. ഇപ്പോൾ ഇതാ എല്ലാവരും നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലാണ്. ബാങ്ക് കൊടുക്കാൻ ഏകദേശം നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അതാ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു. നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും കൂടിയിട്ട് പഞ്ചഗുസ്തി മത്സരം നടത്തുകയാണ് കേട്ടോ. വെറുതെ മാമൻ്റെ മക്കളും പേരക്കുട്ടികളൊക്കെ കൂടിയിട്ട് പഞ്ചഗുസ്തി മത്സരം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ കാട്ടി കൂട്ടുകയാണ്. എന്തായാലും പറയാതിരിക്കാൻ വയ്യ, അടിപൊളി നല്ലൊരു നോമ്പുതുറ തന്നെയായിരുന്നു കേട്ടോ. നോമ്പുതുറയുടെ അന്ന് തന്നെ അവിടെ എരുവപ്പുറക്കുന്ന് അമ്പലത്തിൽ പൂരമായിരുന്നു. അപ്പം മാമൻ അവർക്കുള്ള ജ്യൂസൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ജ്യൂസ് മാമനും അനിയനും മാമൻ്റെ മക്കളെല്ലാവരും ചേർന്നിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.